നീതിക്കായി അവസാന വാതിലും മുട്ടി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വിചാരണയുടെ അന്തിമവാദം നാളെ ആരംഭിക്കാനിരിക്കെ രാഷ്ട്രപതിക്ക് കത്തയച്ച് അതിജീവിത. ആക്രമണ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി തുറന്നതിൽ ഉത്തരവാദികൾക്കെതിരെ നടപടിയില്ലെന്ന് കാട്ടിയാണ് കത്ത്. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും അതിജീവിത കത്തിൽ ആരോപിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള അതിജീവിതയുടെ ഹർജി കോടതികൾ തള്ളിയിരുന്നു. മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ആരോപണം അന്വേഷിച്ച പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും കോടതി മേൽനോട്ടത്തിൽ പോലീസ് അന്വേഷണത്തിന് ഉത്തരവിടണം എന്നുമായിരുന്നു ആവശ്യം. ഇത് അനുവദിക്കാതിരുന്ന സാഹചര്യത്തിലാണ് അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചത്. മെമ്മറി കാർഡ് തുറന്നതിൽ ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുത്തില്ല. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും ജുഡീഷ്യറിയുടെ ഭരണതലത്തിലാണ് നടപടിയെടുക്കേണ്ടതെങ്കിലും അതുണ്ടായില്ലെന്നുമാണ് പരാതിയിൽ പറയുന്നത്. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി, എറണാകുളം സെഷൻസ് കോടതി, എറണാകുളം CBI പ്രത്യേക കോടതി എന്നിവിടങ്ങളിലിരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് സെഷൻസ് ജഡ്ജിയുടെ റിപ്പോർട്ടിലുള്ളത്. 2018 ജനുവരി 9 അങ്കമാലി മജിസ്ട്രേറ്റ് ആയിരുന്ന ലീന റഷീദും ഡിസംബർ 13 ജില്ലാ സെഷൻസ് കോടതിയിലെ സീനിയർ ക്ലർക്ക് മഹേഷ് മോഹനുമാണ് പരിശോധിച്ചത്. കോടതിയുടെ അനുമതിയോടെയായിരുന്നു ഇത്. അതിനാൽ പരിശോധനകളിൽ തെറ്റില്ല എന്നാണ് റിപ്പോർട്ട്. എന്നാൽ 2021 ജൂലൈ 19 മെമ്മറി കാർഡ് പരിശോധിച്ചത് എറണാകുളം CBI പ്രത്യേക കോടതിയിലെ ശിരസ്താർ താജുദ്ദീനാണ്. വിവോ ഫോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധന അനധികൃതമായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇതിൽ നടപടിയില്ലെന്നാണ് അതിജീവിതയുടെ ആരോപണം. കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലെത്തി നിൽക്കെയാണ് അതിജീവിത രാഷ്ട്രപതിക്ക് പരാതി നൽകുന്നത്. അന്തിമവാദം പൂർത്തിയാക്കാൻ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചിരുന്നില്ല. തുടർന്ന് നാളെ അന്തിമവാദം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിക്കും. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.